നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം കലഹം വീണ്ടും മൂക്കുകയാണ്. സമവായ ചർച്ചകളൊന്നും ഫലം കണ്ടിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. മുസ്ലിം ലീഗിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമുദായത്തിൽ പിടിമുറുക്കുകയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ. തക്കം നോക്കി അവർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പാണക്കാട് സാദിഖിലെ ശിഹാർ തങ്ങളുടെ വാക്കുകൾക്ക് പോലും സമസ്ത ഇപ്പോൾ വില കൽപ്പിക്കുന്നില്ല എന്നാണ് പരാതി. ഒടുവിൽ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വരെ ലീഗിനെതിരെ ശബ്ദമുയർന്നു. ലീഗ് അനുകൂലികളെ കള്ളനെന്ന് മറുവിഭാഗം വിളിച്ചതോടെ യോഗത്തിൽ നിന്നും സമസ്ത അധ്യക്ഷൻ യോഗം വിളിച്ചു ചേർത്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായി വന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിക്കാരായ ഉമർ ഫൈസി മുക്കം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഷാവറ യോഗത്തിൽ കുപിതനായത്. പിന്നാലെ യോഗം പിരിച്ചുവിടേണ്ട ഗതികേടിലുമായി. ഉമർ ഫൈസി പാണക്കാട് സാദിഖിലെ ശിഹാർ തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്. ഈ സമയത്ത് ഉമർ ഫൈസി മുക്കം യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കാൻ ഉമർ ഫൈസി തയ്യാറായില്ല. മാത്രമല്ല വിഷയത്തിൽ സംസാരിക്കാൻ മുതിരുകയും ചെയ്തു. ലീഗ് അനുകൂല ചേരിയെ കള്ളന്മാർ എന്ന് വിശേഷിപ്പിക്കുകയും കൂടി ചെയ്തതോടെ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും സ്വമേധയാ ഇറങ്ങിപ്പോവുകയായിരുന്നു. സമസ്തയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഒടുവിൽ നിലപാടെടുക്കേണ്ടി വന്നു. സമസ്തയിൽ രണ്ട് വിഭാഗങ്ങളുണ്ടെന്നും ഒരു വിഭാഗം മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും വ്യക്തമായി പരസ്യമായി പറയേണ്ടി വന്നു. സമസ്തയെ പിണക്കാതെ മുന്നോട്ട് പോകുക എന്ന പാണക്കാട് തങ്ങളടക്കമുള്ള ലീഗ് നേതാക്കൾ സ്വീകരിക്കുന്ന വഴി ആ വഴി അടഞ്ഞു എന്ന് വ്യക്തം. സമസ്തയിൽ ലീഗ് വിരുദ്ധരുണ്ടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മതിച്ചത് ലീഗിനും പാണക്കാട് തങ്ങൾക്കും കനത്ത അടിയായി. ഭിന്നത തീർക്കാൻ വീണ്ടും ചർച്ച നടത്തേണ്ട ഗതികേടിലാണ് സമസ്ത. രണ്ടാഴ്ചയ്ക്കകം ചേർന്ന അടുത്ത മുഷാവറയിൽ തർക്കങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. ഇസ്ലാമിക കോളേജുകളുടെ കോൺവെൻഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥ തീരുമാനങ്ങളും നടപ്പായിട്ടില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുക്കുന്ന നിലപാട്. സമസ്തയിലെ ലീഗ് വിരുദ്ധർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ ഇടപെട്ടാണ് അനുനയ ചർച്ചകൾ നടത്തി സമസ്തയെയും സമസ്തയുടെ ഉടക്കി നിൽക്കുന്ന വിഭാഗത്തെയും ഒക്കെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചത്. സമസ്തയുടെ ലീഗിന് വേർതിരിവില്ലെന്നും സമസ്തയും ലീഗും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് നിലപാടെടുത്തത്. പക്ഷേ സമസ്തയിലെ ലീഗ് വിരുദ്ധരും മുസ്ലിം ലീഗിലെ സമസ്ത വിരുദ്ധരും ഈ രണ്ട് വിഭാഗങ്ങളും ഒരിക്കലും ഒരുമിച്ച് പോകാൻ തയ്യാറുമല്ല. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ കടുത്ത സമസ്ത വിരുദ്ധതയാണ് ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ മതസംഘടനയായ സമസ്തയെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ മാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നൽകുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ സമസ്തയ്ക്കുള്ളിലെ പരാതിയും. തെരഞ്ഞെടുപ്പ് സമയത്ത് LDFൻ്റെ ഒരു മുഖ്യ പരസ്യം സമസ്തയുടെ മുഖപത്രത്തിൽ വന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് ഇതുവരെയുള്ള തർക്കങ്ങളിലേക്ക് വഴിതെളിച്ചതും. ഇതോടെ അകന്ന മുസ്ലിം ലീഗ് സമസ്തയെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയായിരുന്നു. സമസ്തയ്ക്ക് ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്ന ഇസ്ലാമിക് കോളേജ് കോൺഫെഡറേഷൻ കമ്മിറ്റിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോഴും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. അത് ലീഗ് വിരുദ്ധരുടെ ഒരു കോൺവെൻഷൻ കമ്മിറ്റിയാണെന്നും തങ്ങൾ പറയുന്നു. സമസ്തയുടെയും ലീഗിൻ്റെ നേതാക്കൾ തമ്മിലെടുത്ത സമവായ തീരുമാനങ്ങൾ ഇസ്ലാമിക് കോളേജ് കോർഡിനേഷൻ കമ്മിറ്റി കൊണ്ട് ഇതുവരെ അംഗീകരിക്കാനുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമവായം നടപ്പാക്കി കിട്ടിയാൽ മാത്രമേ ലീഗിനുള്ളിലെ സമസ്ത വിരുദ്ധരുടെയും സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു തീർക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. എന്തായാലും മുസ്ലിം ലീഗിന് കടുത്ത തലവേദന തന്നെയാണ് ഈ സമസ്തയ്ക്കുള്ളിലെ പുതിയ വിഷയങ്ങൾ. കാരണം മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് കൂടി സമസ്തയെ അനുനയിപ്പിച്ച് സമുദായത്തിനുള്ളിലെ തങ്ങളുടെ നിയന്ത്രണവും സ്വാധീനവും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കൂടി സമസ്ത മുസ്ലിം ലീഗിൻ്റെ കൈകളിൽ നിന്നും സമുദായത്തെയും സമസ്ത എന്ന സംഘടനയുമൊക്കെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.